ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞത്. യൂട്യൂബിലുണ്ട്. ഒരർത്ഥത്തിൽ കഴിയുമെങ്കിൽ ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ ഈ ദിവസങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ നമുക്കറിയാം അല്പം പ്രയാസപ്പെട്ട വിഷയമാണ് പ്രവചനമായതുകൊണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിന് മുമ്പ് ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സിലെ ഒക്കെ കേൾക്കാൻ സമയം കിട്ടിയാൽ അത് കേൾക്കുന്നത് പ്രയോജനമാണ് എന്ന് ഞാൻ ആദ്യമേ ഒന്ന് ഓർപ്പിക്കാം. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നമ്മൾ 7-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ അവിടെ ഉള്ളതായിരിക്കുന്ന 4 ദർശനങ്ങൾ. അതിൽ ആദ്യത്തെ ദർശനം യഹൂദനുള്ള ബന്ധത്തിൽ ഉള്ളതായിരിക്കുന്ന ആദ്യത്തെ 3 സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന ദർശനമാണ്. അത് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ദർശനം 4-ാമത്തെ സാമ്രാജ്യമായിരിക്കുന്ന റോമൻ സാമ്രാജ്യം, അത് കഴിഞ്ഞു പോയതായിരിക്കുന്ന റോമൻ സാമ്രാജ്യം, അതുപോലെ ഇനി വരാനുള്ളതായിരിക്കുന്ന റോമൻ സാമ്രാജ്യം, ഈ സാമ്രാജ്യത്തെ കുറിച്ചുള്ളതാണ് 2-ാമത്തെ ദർശനം. 3-ാമത്തെ ദർശനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് വയോധികനായവന്റെ സിംഹാസനം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച്. വയോധികനായവന്റെ സിംഹാസനം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കാനായിട്ട് ഇടയായത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കാനായിട്ട് ഇടയായത് വയോധികനായവന്റെ സിംഹാസനം എന്നുള്ളതായിരിക്കും വിഷയമാണ്. ഈ വിഷയം നമുക്കറിയാം, നമ്മൾ സാധാരണ അങ്ങനെ കേൾക്കാത്തതായിരിക്കുന്ന ഒരു സിംഹാസനമായതുകൊണ്ട് അത് നമുക്ക് അല്പം കൂടെ നമ്മളതൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവം അനുവദിച്ചാൽ അതൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം ദൈവം അനുവദിച്ചാൽ 7-ാമത്തെ അധ്യായം ഇന്ന് തീർക്കാം, 4-ാമത്തെ വിഷനും കൂടെ തീർക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ 9-ാമത്തെ വാക്യം മുതൽ 7-ാം അധ്യായത്തിന് 9-ാം വാക്യം മുതൽ 9-ഉം 10-ഉം ഞാനൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. അതാണ് 9-ഉം 10-ഉം. ഇനി 11-ഉം 12-ഉം കൂടെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. വാസ്തവത്തിൽ അല്ല. ഇനി നമുക്ക് താഴോട്ട് നോക്കിയാൽ 4-ാമത്തെ ദർശനവും അതുമായിട്ട് ചേർന്നതായിരിക്കും ദർശനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഉള്ളതായിരിക്കും വയോധികൻ ആരാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാര്യം 13-ാം വാക്യത്തിൽ അവിടെ മനുഷ്യപുത്രൻ സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ വന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ വയോധികനായിരിക്കുന്ന വ്യക്തി പിതാവായ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. കാര്യം പിന്നീട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ നമ്മൾ കാണുന്നുണ്ട്. ഈ സിംഹാസനം ഇത് വെക്കപ്പെടുന്നത് ട്രിബുലേഷൻ പീരീഡിന്റെ ഏറ്റവും അവസാനം, അഥവാ എൻഡ് ഓഫ് ദി ട്രിബുലേഷൻ പീരീഡിലായിരിക്കും എന്നുള്ളത് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓർത്തതുപോലെ വേറെ തിരുവചനത്തിൽ വേറെ എവിടെയും ഈ ന്യായവിധി, ഈ സിംഹാസനത്തെ കുറിച്ച് വേറെ എവിടെയും നമുക്ക് പരാമർശം കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്ന, അവിടെ ന്യായവിസ്താര സഭ ഇരുന്നു എന്നാണ്. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. 9-ാം വാക്യത്തിൽ അവിടെ ന്യായാസനങ്ങളെ വെച്ചു. 9-ാം വാക്യം ആരംഭിക്കുക ന്യായാസനങ്ങളെ വെച്ചു വയോധികനായ ഒരുത്തനിരുന്നു. പല ന്യായാസനങ്ങളുണ്ട്. ഈ ന്യായാസനങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ ചിന്തിച്ചാൽ അത് ആ ന്യായാസനങ്ങൾ ഇരിക്കുന്നത് 24 മൂപ്പന്മാരാണ് എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ന്യായാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരാണ് എന്ന് നമ്മൾ ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം. ആരാണ് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആണ് എന്ന് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ന്യായാസനം എവിടെയാണ് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ല. കാര്യം പിതാവായ ദൈവമാണ് ഈ ന്യായാസനത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ന്യായാസനം സ്വർഗത്തിലാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കാണുന്നത് ഒരു ന്യായാസനം, പല ന്യായാസനങ്ങളുണ്ട്. ആ ന്യായാസനത്തിൽ ഒരു ന്യായാസനത്തിൽ
പിതാവായ ദൈവം ഇരിക്കുന്നു. അത് സംഭവിക്കുന്നത് പീഡനകാലത്തിന്റെ അവസാനത്തോടു കൂടിയാണ്. അവിടെ പല ന്യായാസനങ്ങളുണ്ട്. ആ ന്യായാസനത്തിൽ ഇരിക്കുന്നത് ഒരുപക്ഷെ 24 മൂപ്പന്മാരായിരിക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ച ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. വൈഎസ്എക്കൽ സാറ് താൻ ദൈവിക ന്യായാസനങ്ങൾ എന്ന തന്റെ ഗ്രന്ഥത്തിൽ വീണ്ടെടുപ്പ് ഡിക്രിക്കായിട്ടുള്ള സിംഹാസനം എന്നാണ് ഈ സിംഹാസനത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. വീണ്ടെടുപ്പ് ഡിക്രിക്കായിട്ടുള്ള സിംഹാസനം എന്നാണ് താൻ ഈ സിംഹാസനത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ സിംഹാസനത്തെ കുറിച്ച് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളിൽ, വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളിൽ നാം കാണുന്നതായിരിക്കുന്ന സിംഹാസനം, അതേ സിംഹാസനമാണ് 7ആം അധ്യായത്തിൽ നാം കാണുന്നതായിരിക്കുന്ന ഈ വയോധികന്റെ സിംഹാസനവും എന്ന് താൻ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളിൽ നാം കാണുന്നതായിരിക്കുന്ന സിംഹാസനം അതേ സിംഹാസനം തന്നെയാണ് ദാനിയേൽ പ്രവചനം 7ആം അധ്യായത്തിൽ നാം കാണുന്നതായിരിക്കും സിംഹാസനം. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അവിടെ നാം കാണുന്നതായിരിക്കുന്ന സിംഹാസനം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് ഒരു ആരാധനാ വേളയായിട്ടാണ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്, അല്ലെ? നമുക്കറിയാം അവിടെ കാണുന്നത് വലിയ ഒരു ആരാധനാ രീതിയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്ന ഈ ആരാധന ഇന്നും സ്വർഗത്തിൽ നടക്കുന്നതായിരിക്കും ഒരു ആരാധനയാണ് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഇന്ന് സ്വർഗത്തിൽ നടക്കുന്ന ഒരു ആരാധനയല്ല നമ്മൾ വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായത്തിൽ കാണുന്നത്. സ്വർഗത്തിൽ എപ്പോഴും ആരാധന തന്നെയാണ്. പക്ഷെ ആ ആരാധന സെറ്റിംഗ് അത് പീഡനകാലത്തിന്റെ ആരംഭത്തിങ്കൽ നടക്കുന്നതായിരിക്കുന്ന ഒരു ആരാധനയാണ്. ആ ആരാധനയുടെ എന്തുകൊണ്ടാണ് ഇന്ന് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, അവിടെ വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളിൽ ആ ന്യായാസനം നമ്മൾ 24 മൂപ്പന്മാരെ കാണുന്നുണ്ട്. നമുക്കറിയാം ഈ 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് സഭയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, സഭയാണ്. കാര്യം എന്തുകൊണ്ടാണ് സഭയാണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് പഴയ നിയമ പിതാക്കന്മാർ അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് പീഡനകാലത്തിന്റെ അവസാനമേ ഉണ്ടാകുകയുള്ളൂ. പീഡനകാലത്തിന്റെ ആദ്യമല്ല, പീഡനകാലത്തിന്റെ അവസാനമാണ്. പീഡനകാലത്തിന്റെ ആദ്യമാണ് ഈ 4ഉം 5ഉം അധ്യായങ്ങളിലെ സിംഹാസനം, വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായത്തിലെ സിംഹാസനം കാണുന്നത്. അതുകൊണ്ട് അവിടെ കാണുന്നതായിരിക്കുന്ന 24 മൂപ്പന്മാർ അവർ സഭയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ചാർലി ജോൺ സഹോദരൻ ഇവിടെ വന്നപ്പോ, ഇപ്പോഴല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ, താൻ വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യത്തെ എനിക്ക് തോന്നുന്നത് 4-5 അധ്യായങ്ങൾ താൻ ഒരാഴ്ച ചില ദിവസങ്ങൾ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇടയായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 24 മൂപ്പന്മാർ അവർ സഭയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് വളരെ വിശദമായി തന്നെ താൻ അത് പറയാനായിട്ട് ഇടയായി. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനത് അയച്ചു തരാം. അത് കണ്ടുപിടിക്കണം എവിടെയാണെന്നുള്ളതേ ഉള്ളൂ. അത് 6-7 ക്ലാസ് ഉണ്ട്, അതിൻ്റെ കയ്യിലുണ്ട്. അതിലേതാണെന്ന് കണ്ടുപിടിക്കണം. അത് വേണമെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അയച്ചു തരാം. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു ചാർലി ചായൻ ആ വിഷയത്തെ കുറിച്ച് എടുത്തത്. അപ്പൊ 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് സഭയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് താൻ വളരെ വ്യക്തമായിട്ട് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇടയായി. അപ്പോ അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, ഈ വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങൾ കാണുന്നതായിരിക്കുന്ന ആ ആരാധനാ വേള അത് ഇന്ന് സ്വർഗത്തിൽ നടക്കുന്ന ഒരു ആരാധനയല്ല. സ്വർഗത്തിൽ ഇന്നും ആരാധനയുണ്ട്, എപ്പോഴും ആരാധനയുണ്ട്. അവിടെ ദൈവത്തെ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ കാണുന്നതായിരിക്കുന്ന ആ ആരാധന അത് പീഡനകാലത്തിന്റെ ആരംഭത്തിങ്കൽ മാത്രം നടക്കുന്നതായിരിക്കുന്ന ഒരു ആരാധനയാണ് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് പീഡനകാലത്തിൽ വൈഎസ്എക്കൽ സാർ പറയുന്നത് ഇത് അവസാനം വരെ, എന്ന് വെച്ചാൽ പീഡനകാലത്തിന്റെ അവസാനം വരെ നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു സിംഹാസനമാണ് 4ഉം 5ഉം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ ആരാധന സെറ്റിംഗ്. വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായത്തിൽ കാണുന്നതായിരിക്കും ആരാധന സെറ്റിംഗ്. അത് പീഡനകാലത്തിന്റെ അവസാനം വരെ നിലനിൽക്കുന്നതാണ്. അതിന് അനേക വാക്യങ്ങൾ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 8ആം അധ്യായത്തിൽ, 9ആം അധ്യായത്തിൽ, അതുപോലെ 11ആം അധ്യായത്തിൽ. 11ആം അധ്യായം എന്ന് പറയുന്നത് പീഡനകാലത്തിന്റെ മധ്യത്തിലാണ്. അവിടെ ദൈവത്തിന്റെ സിംഹാസനവും അതുപോലെ 24 മൂപ്പന്മാരെ നമുക്ക് 11ആം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. 11ആം അധ്യായത്തിന്റെ 16ആം വാക്യം, അവിടെ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണുകൊണ്ട് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞു. അവിടെ ദൈവത്തെയും ദൈവ സന്നിധിയിൽ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരെയും 11ആം അധ്യായത്തിൽ കാണാം. പിന്നെ 16ആം അധ്യായത്തിലുണ്ട്. അതുപോലെ തന്നെ 19ആം അധ്യായത്തിൽ പീഡനകാലത്തിന്റെ അവസാനമാണ്, മഹാപീഡനകാലത്തിന്റെ അവസാനം. 19ആം അധ്യായത്തിൽ 4ആം വാക്യത്തിൽ
അവിടെയും നമുക്ക് ഈ 24 മൂപ്പന്മാരെയും കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നോക്കിയാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ പീഡനകാലം ആരംഭിക്കുന്ന സമയം മുതൽ അതിന്റെ അവസാനമായിരിക്കുന്ന 19-ാം അധ്യായം വരെ നമുക്ക് ഈ സിംഹാസനം കാണാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് എസക്കിയേൽ സാർ പറഞ്ഞത് ഇങ്ങനെയാ, അത് ഞാൻ ഇങ്ങനെ പറയാം. എസക്കിയേൽ സാർ പറയുന്നത് സാധാരണഗതിയിൽ ഈ ന്യായാധിപന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സാധാരണ ഒരു ചിന്താഗതിയാണ്. ന്യായാധിപന്മാരൊക്കെ വളരെ അത്യാവശ്യമാണെങ്കിൽ അവര് ഓരോ സംഭവ സ്ഥലത്ത് വന്നിട്ട് അവര് ഓരോ ഡയറക്ഷൻസ് കൊടുക്കും എന്ന് പറയുന്നത് പോലെ പീഡനകാലത്തിൽ നമുക്കറിയാം, ഇത് വായിച്ചു നോക്കിയാൽ, ഈ വെളിപ്പാട് പുസ്തകം വായിച്ചു നോക്കിയാൽ അതാത് സമയത്ത് ആവശ്യമായിരിക്കുന്ന കമാൻഡ്സ് നമുക്ക് പീഡനകാലത്തിൽ വീണ്ടും വീണ്ടും കൊടുക്കുന്നത് നമുക്ക് ഈ ഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എസക്കിയേൽ സാറ് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നത് 4-ഉം 5-ഉം അധ്യായത്തിൽ കാണുന്നതായിരിക്കുന്ന ആ സിംഹാസനം അത് 19-ാം അധ്യായം വരെ, എന്ന് വെച്ചാൽ പീഡനകാലത്തിന്റെ അവസാനം വരെ 7 വർഷക്കാലം അത് ഉണ്ടാവും എന്നുള്ളതാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ പീഡനകാലത്തിന്റെ അവസാനത്തിലാണ് ഉള്ള സിംഹാസനമാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായിരിക്കും സിംഹാസനം. അപ്പൊ ഓൾറെഡി ആ സിംഹാസനം അവിടെ ഉണ്ടല്ലേ. അതുകൊണ്ട് പിന്നെ വേറൊരു സിംഹാസനം അവിടെ സെറ്റ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 7-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ കാണുന്ന സിംഹാസനം അത് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന അതേ സിംഹാസനം തന്നെയാണ്. പിന്നെ നാച്ചുറലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ദാനിയേൽ കണ്ടതുപോലെ അല്ലല്ലോ യോഹന്നാൻ കണ്ടത്? യോഹന്നാൻ കാണുമ്പോൾ ഈ സിംഹാസനത്തെ കാണുന്നത് വളരെ വളരെ മനോഹരമായിരിക്കും, ഒരു ആരാധനാ വേളയായിട്ടാണ് കാണുന്നത് അല്ലേ? ആരാധനാ വേള വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായത്തിൽ വളരെ ആരാധനാത്മകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേസമയം ദാനിയേൽ കാണുമ്പോൾ ഈ സിംഹാസനത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാ? ഇവിടെ നമ്മൾ വായിച്ചല്ലോ അല്ലേ, അഗ്നി നദി ഒഴുകുന്നതായിട്ട് കത്തുന്ന തീ തന്നെയാണ് ഈ സിംഹാസനം. അപ്പം അങ്ങനെയുള്ളതായിരിക്കും സിംഹാസനത്തെയാണ് ദാനിയേൽ കാണുന്നത്. ഒരേ സിംഹാസനം 2 വ്യക്തികൾ എന്തുകൊണ്ടാണ് രണ്ടായിട്ട് കണ്ടത് എന്നുള്ള ചോദ്യമാണ്. നമുക്കതിനുള്ളതായിരിക്കും ഉത്തരം ഇതാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഓരോ വ്യക്തികൾക്ക് അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഉദാഹരണത്തിന് നമുക്കറിയാം, റെവലേഷൻ 1-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലന് കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ? 7 നിലവുകൾക്ക് നടുവേ നിൽക്കുന്ന ഒരു വലിയ ദൈവമായിട്ട്. അവിടെയും ഒരു ന്യായവിധിയുടെ രംഗം തന്നെയാണ്. കാര്യം 2-ഉം 3-ഉം അധ്യായങ്ങളിൽ ഉള്ളതായിരിക്കുന്ന സഭകളുടെ ന്യായവിധിയുടെ ആരംഭമാണ് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അവിടെയും കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നത് വളരെ വളരെ പ്രത്യേകമായിരിക്കുന്ന രീതിയിൽ വളരെ ഉന്നതനായ ദൈവമായിട്ടാണ് കാണിക്കുന്നത്. അതേ യോഹന്നാൻ തന്നെ 5-ാം അധ്യായത്തിൽ കർത്താവിനെ കാണുന്നത് എങ്ങനെയാ കാണുന്നേ? അറുക്കപ്പെട്ട കുഞ്ഞാട് അല്ലേ? അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ യോഹന്നാൻ തന്നെ തന്റെ ദർശനത്തിൽ ഒരേ സമയത്ത് തന്നെ ആദ്യം താൻ കാണുന്നത് ഉന്നത രൂപിയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനാണെങ്കിൽ അല്പം കഴിഞ്ഞിട്ട് 5-ാം അധ്യായത്തോട് അനുബന്ധിച്ച് യോഹന്നാൻ കാണുന്നത് ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് പഴയ നിയമം നോക്കിയാലും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഓരോ വ്യക്തികൾക്ക് വ്യത്യസ്തമായ നിലയിലാണ്, ഒരുപോലെയല്ല. അതുകൊണ്ടാണ് ദാനിയേലിന് ആ സിംഹാസനത്തെ ഒരു ന്യായാസനം എന്ന നിലയിൽ വളരെ വ്യക്തമായിട്ട് ദാനിയേലിനെ കാണിച്ചു കൊടുത്തു. അതേ സിംഹാസനം 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായത്തിൽ യോഹന്നാനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു ആരാധനാ വേളയായിട്ടും ഒക്കെയാ അവിടെയും നമുക്ക്. എന്നാൽ അത് രണ്ടും ഒരേ സിംഹാസനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഈ സിംഹാസനത്തിൽ നമ്മൾ 10-ാം വാക്യത്തിൽ അവിടെ ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു എന്ന് നമ്മൾ കാണുന്നത്. പുസ്തകങ്ങൾ തുറന്നു. അപ്പൊ ഏതാണ് ഈ പുസ്തകങ്ങൾ എന്നുള്ളത്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവിടെ മരിച്ചവർ അപാലവൃദ്ധം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാതെ, രക്ഷിക്കപ്പെടാതെ, രക്ഷയിലേക്ക് വരാതെ മരിച്ചതായിരിക്കുന്ന അവിശ്വാസികൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന രംഗമുണ്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ. ആ സമയത്ത് അവിടെ നമുക്കറിയാം ജീവന്റെ പുസ്തകമുണ്ട്, അവിടെ പുസ്തകങ്ങളുണ്ട് അല്ലേ? നമുക്ക് വേണമെന്ന് നോക്കാം, ഓടിച്ചു നോക്കാം. 20-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വാക്യങ്ങൾ നിങ്ങൾ എടുക്കാമെങ്കിൽ നല്ലതായിരിക്കും. വളരെ വേഗം അത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് പതിയുവാനായിട്ട് വളരെ പ്രയോജനമാണ്. അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, അതിന്റെ അവസാനം ജീവന്റെ പുസ്തകം എന്ന അവിടെ പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അവിടെ 2 തരം പുസ്തകങ്ങൾ, ഒന്ന് പുസ്തകങ്ങൾ എന്ന പേരിലും മറ്റൊന്ന് ജീവന്റെ പുസ്തകവും. അവിടെ
ഈ പുസ്തകങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ കാണാൻ കഴിയും. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പൊ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രവൃത്തികളാണ്. എന്നാൽ ജീവന്റെ പുസ്തകം എന്താണ് എന്നുള്ളത് നമുക്ക് കാണാം. 15-ാം വാക്യത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ രണ്ടു തരം പുസ്തകങ്ങൾ, ഒന്ന് ജീവപുസ്തകം, ഒന്ന് രണ്ടാമത്തെ പുസ്തകം പുസ്തകങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഓരോരുത്തരുടെയും പ്രവൃത്തിയാണ്. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഓരോ പേരും നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, ദൈവമക്കളാകുമ്പോൾ എഴുതുന്നതായിരിക്കുന്ന രജിസ്റ്റർ ആണ് ജീവന്റെ പുസ്തകം. അത് രണ്ടും ഈ ഭാഗത്ത് തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പുസ്തകങ്ങൾ തുറന്നു, ഈ ഭാഗത്ത് ജീവന്റെ പുസ്തകം ഇല്ല എന്നുള്ളത് വളരെ പ്രത്യേകമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് പറയുകയാണ്. ഇത് ഒരു പ്രത്യേക ന്യായവിധിയാണ്. ഇവിടെ വിശ്വാസികളുടെ ന്യായവിധിയോ അല്ലെങ്കിൽ അവിശ്വാസികളുടെ ന്യായവിധിയോ അങ്ങനെയുള്ള ഒരു ന്യായവിധിയും ഇല്ല. ഇതൊരു വളരെ പ്രത്യേകമായിരിക്കുന്ന ഒരു സിംഹാസനമാണ് എന്ന് ഓർപ്പിക്കുക. ഈ സിംഹാസന ലക്ഷ്യങ്ങൾ ഞാൻ 4 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറയാനിടയായി. ഒന്ന്, 4ാമത്തെ മൃഗമായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ അഥവാ ഇനി വരുവാനുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ ന്യായവിധിയാണ് ഒന്നാമത്. ആ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ആ മൃഗത്തിന്റെ തലയിൽ 10 കൊമ്പുണ്ട്. ആ കൊമ്പുകളുടെ മധ്യേ വരുന്നതായിരിക്കുന്ന ഒരു ചെറിയ കൊമ്പുണ്ട്. ചെറിയ കൊമ്പ് നമുക്കറിയാം, അത് അന്തിക്രിസ്തുവിനെ കാണിക്കുന്നത്, അല്ലേ? അറിയാം, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചെറിയ കൊമ്പ് എന്ന് പറയുന്നത് അന്തിക്രിസ്തു, ലിറ്റിൽ ഹോൺ, അത് അന്തിക്രിസ്തുവാ. അപ്പം 10 കൊമ്പുണ്ട്. 10 കൊമ്പിന്റെ മധ്യേ ഉയർന്നു വന്നതായിരിക്കുന്ന ചെറിയ കൊമ്പ് അഥവാ അന്തിക്രിസ്തു. ഇവൻ ഉയർന്നു വന്നപ്പോൾ തന്നെ 3 കൊമ്പുകളെ വീഴ്ച കളഞ്ഞു, അല്ലേ? നമുക്കറിയാം. അപ്പൊ ഇപ്പൊ ഈ മൃഗത്തിന്റെ പുറത്ത് 7 കൊമ്പും പ്ലസ് 1 8 കൊമ്പുണ്ട്. ആ മൃഗത്തെയാണ് നശിപ്പിക്കുന്നത്. അപ്പൊ മൃഗത്തെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ റോമൻ സാമ്രാജ്യത്തെ അഥവാ വരുവാനുള്ള റോമൻ സാമ്രാജ്യത്തെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തു പോകും റോമൻ സാമ്രാജ്യമുള്ള സകല മനുഷ്യൻ കൊല്ലുകയാണെന്ന്. അങ്ങനെയല്ല. റോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യം സമ്പൂർണ്ണമായിട്ട് തകർത്ത് കളയും. റോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യം സമ്പൂർണ്ണമായിട്ട് തകർത്ത് കളയും. ആ കൂട്ടത്തിൽ അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ന്യായം വിധിക്കും. അത് നമുക്ക് അവിടെ തന്നെ 11-ാം വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. അവിടെ മൃഗത്തെ നശിപ്പിച്ചു കളയുന്നു നമ്മൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അപ്പോ ഈ സിംഹാസനത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 ലക്ഷ്യം, ഒന്ന് റോമൻ സാമ്രാജ്യത്തെ, ഇനി വരുവാനിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തെ നശിപ്പിക്കുക എന്ന് വെച്ചാൽ അതിന്റെ ആധിപത്യം എടുത്തു കളയുക. ഈ 10 ദശരാഷ്ട്ര ആധിപത്യം എടുത്തു കളയുക. അതിന്റെ മുകളിൽ ഇരിക്കുന്നതായിരിക്കുന്ന ഈ കള്ളപ്രവാചകനെയും അന്തിക്രിസ്തുവിനെയും അവനെതിരായിട്ടുള്ളതായിരിക്കുന്ന വിധി, ന്യായവിധി ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിനുള്ള ബന്ധത്തിൽ ഒരു കാര്യം നമ്മൾ ഓർക്കാനിടയായി. ഈവൻ കള്ളപ്രവാചകനെയും അന്തിക്രിസ്തുവിനെയും ന്യായം വിധിക്കണമെങ്കിൽ അവിടെയും ഒരു ന്യായവിസ്താര സഭ വേണം. നമ്മുടെയൊക്കെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരാള് ഇച്ചിരി മോശമാണെങ്കിൽ നമ്മൾ അവനെ അപ്പോഴേ ഡിസ്കൗണ്ട് ചെയ്യും. ആ ആള് പിന്നെ കൊള്ളത്തില്ലെന്ന് നമ്മൾ പറയും, അല്ലേ? അങ്ങനെ ഒരു സ്വഭാവം, നമ്മുടെ മാനുഷികമായ സ്വഭാവമുണ്ട്. ആ ആള് അതങ്ങ് പോയി. എന്നാൽ ദൈവം തമ്പുരാൻ അങ്ങനെയല്ല കേട്ടോ. ദൈവം തമ്പുരാൻ, നമ്മൾ ആ വിഷയം കഴിഞ്ഞ ആഴ്ച വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓർത്തതാണ്. വിശ്വാസികളായാലും അവിശ്വാസികളായാലും എല്ലാവരെയും ദൈവം ന്യായം വിധിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് വളരെ കൃത്യമായിട്ടാണ്. ഈവൻ അന്തിക്രിസ്തുവിനെയും ന്യായം വിധിക്കാനായിട്ട് പുസ്തകങ്ങൾ വേണം. ഞാൻ വിചാരിച്ചു കേട്ടോ, ഞാനിപ്പോ ഈ ദിവസങ്ങളിൽ ഓർത്തു, ഈ പുസ്തകം എന്തിനാ? ദൈവത്തിന് അറിയാനാണോ? ദൈവത്തിന് അറിയാൻ പുസ്തകം വേണോ? ദൈവത്തിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പുസ്തകം വേണം? ഒരിക്കലും ആവശ്യമില്ല. ദൈവത്തിനല്ല, നമുക്ക് എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന വ്യക്തിക്ക് ഞാനൊരു മാനുഷികമായിട്ട് പറഞ്ഞാൽ നിൽക്കുന്ന വ്യക്തികൾക്ക് സംശയം ഉണ്ടാകും. കാര്യം എന്തുകൊണ്ടാ? ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വാസികളല്ലാത്തതായിരിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്. വളരെ നല്ല മനുഷ്യരുണ്ട്, അല്ലേ? വളരെ നല്ല മനുഷ്യരുണ്ട്. ചിലരൊക്കെ മറ്റ് മതങ്ങളിലുള്ളവരെ കൃത്യമായിട്ട് അമ്പലങ്ങളിൽ പോവുകയും ദേവാലയങ്ങളിൽ പോവുകയും അതുപോലെ തന്നെ അവർക്കുള്ള ധനത്തിന്റെ ഒരു അംശം കൊടുക്കുകയും അവരറിയുന്ന ദൈവത്തെ സേവിക്കുകയും ഒക്കെ ചെയ്തവരുണ്ട്. ഇനി ക്രിസ്ത്യാനികളിൽ തന്നെ പലരും ഉണ്ട്, പള്ളി പോവുകയും പള്ളി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർ യഥാർത്ഥമായ രീതിയിൽ കർത്താവിനെ അറിഞ്ഞവരോ വിശ്വസിച്ചവരല്ലായിരിക്കും. അപ്പൊ ഇവിടെ വന്ന് ഈ വെള്ളസിംഹാസനം മുമ്പിൽ നിൽക്കുമ്പോൾ മാനുഷികമായ രീതിയിൽ, ഇനിയും തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ അതുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മാനുഷികമായ നിലയിൽ ഒരുപാട് പേര് പറയും, ഞാൻ നല്ലവനായിരുന്നു, ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, എൻ്റെ അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ആര് പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങൾക്ക് അനുസരിച്ചൊക്കെയാണ് ഞാൻ ജീവിച്ചത്, ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വർഗം വേണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ജീവന്റെ പുസ്തകം എടുത്ത് കാണിച്ചു കൊടുക്കും. അതിൻ്റെ നിന്റെ പേരില്ല, അതോടെ തീർന്നു.
പിന്നെ പിന്നെ പുസ്തകങ്ങളിൽ തന്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന്, പുസ്തകം എന്ന് പറയുമ്പോൾ കുത്തിക്കെട്ടിയ പുസ്തകമാണെന്ന് വിചാരിക്കേണ്ട, പക്ഷേ ആ റെക്കോർഡിൽ നിന്ന് അവന്റെ പ്രവൃത്തികളെ അനുസരിച്ച് അവന് ന്യായം വിധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അവിടെ നമ്മൾ അന്തിക്രിസ്തു ന്യായവിധി, അവിടെ കള്ളപ്രവാചകനെയും അന്തിക്രിസ്തുവിനെയും ശരിയായ രീതിയിൽ ന്യായം വിധിച്ച് ദൈവം അവന് ഉള്ളതായിരിക്കും ശിക്ഷാവിധി കൊടുക്കും. ശിക്ഷാവിധി നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ ആ ശിക്ഷാവിധി എന്താണ് എന്നുള്ളത് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. അതെന്താ? അന്തിക്രിസ്തുവിനെ അഥവാ മൃഗത്തെയും കള്ളപ്രവാചകനെയും ജീവനോടെ കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതിന് മുമ്പ് അതിനുള്ളതായിരിക്കുന്ന ന്യായവിധി, അതാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ വിഷയം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുക. പിന്നീട് 14-ാം വാക്യത്തിൽ അവിടെ 13-14 വാക്യങ്ങളിൽ ഇതേ ഭാഗം തന്നെ, ഇതിന്റെ തന്നെ ഭാഗമായിട്ടാണ് അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത അഥവാ മഹത്വ പ്രത്യക്ഷയ്ക്കുള്ളതായിരിക്കുന്ന അതിന്റെ ആരംഭം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തു മഹത്വ പ്രത്യക്ഷ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് വീണ്ടും വളരെ ശ്രദ്ധയോടെ നോക്കാം. അവിടെ 13-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ സദൃശൻ ഒരുത്തൻ ആകാശമേഘങ്ങൾ വരുന്നത് കണ്ടു. എന്നിട്ട് അവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു രാജ്യത്വം നൽകുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിന് രാജ്യത്വം നൽകുന്നു. അപ്പൊ ഈ സിംഹാസനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 4-ാമത്തെ സാമ്രാജ്യമായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു അറുതി വരുത്തുക എന്ന് വെച്ചാൽ, അതോടൊപ്പം വാസ്തവത്തിൽ ഈ ഒറ്റ സിംഹാസനത്തിൽ ഉള്ളതായിരിക്കുന്ന 4-ാമത്തെ സാമ്രാജ്യത്തിന്റെ അറുതിയോടുകൂടി ലോക സാമ്രാജ്യങ്ങളെല്ലാം തന്നെ അവസാനിക്കുക, അല്ലേ? ലോക സാമ്രാജ്യങ്ങളെല്ലാം തന്നെ അവസാനിക്കുക. പീഡനകാലത്തിന്റെ അവസാനം, ഈ 7.5 വർഷം അവസാനിക്കുന്നത് വരെ വാസ്തവത്തിൽ ഒന്നാമത്തെ സാമ്രാജ്യമായിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യം, പിന്നീടുള്ള മേദ്യ പേർഷ്യ, ഗ്രീക്ക്, ഈ സാമ്രാജ്യങ്ങളുടെ എല്ലാ സ്വഭാവം ഉണ്ടാവും. പക്ഷേ ഈ 4-ാമത്തെ സാമ്രാജ്യം അവസാനിപ്പിച്ചു കർത്താവായ യേശുക്രിസ്തു വരവോടുകൂടി ഈ സാമ്രാജ്യങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ട് അതിന്റെ ഇൻഫ്ലുവൻസ് മാറും എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർക്കാനിടയായി, ഈ ഇന്ന് ഉള്ളതായിരിക്കുന്ന ഈ ലോകത്തിൽ ഈ സാമ്രാജ്യങ്ങളെല്ലാം തന്നെ അതിന്റെ സ്വഭാവങ്ങളുണ്ട്. സാമ്രാജ്യം അങ്ങനെ ഇല്ലെങ്കിലും സാമ്രാജ്യത്തിന്റെ സ്വഭാവം എല്ലാം ഉണ്ട്. തിന്നുകയും തകർക്കുകയും ബാക്കിയുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളയുന്ന സ്വഭാവം, അതുപോലെ മിലിറ്ററി, ബ്യൂറോക്രസി, ഓട്ടോക്രസി, ഇതെല്ലാം ഇന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു വരുമ്പോ ഈ എല്ലാ രീതികളും, ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കുന്ന സകല സാമ്രാജ്യത്തിന്റെ സകല അഡ്മിനിസ്ട്രേറ്റീവ് രീതികളും പൂർണ്ണമായിട്ട് മാറും. നമ്മൾ കാണുന്ന രീതിയിലേ ആയിരിക്കത്തില്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ രാജ്യത്വം താൻ സ്ഥാപിക്കുന്ന പൂർണ്ണമായി പ്രത്യേകമായിരിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് 13-ാം വാക്യം മുതൽ നമുക്ക് പുതിയ 4-ാമത്തെ ദർശനത്തിലേക്ക് നമ്മൾ വരിക. അപ്പൊ നമ്മൾ 3-ാമത്തെ ദർശനത്തെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു വയോധികൻ താൻ ഒരു സിംഹാസനം വെക്കുന്നു. വയോധികൻ പിതാവായ ദൈവം സ്വർഗത്തിലാണ് വെക്കുന്നത്. ട്രിബുലേഷൻ പീരീഡിന്റെ ഏറ്റവും അവസാനമാണ്. ആ സിംഹാസനത്തിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് ഈ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അവിടുത്തെ 4 പ്രധാനപ്പെട്ട കാര്യം: ഒന്ന്, 4-ാം സാമ്രാജ്യമായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തെ അഥവാ വരാനിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തെ ന്യായം വിധിക്കുക. അതുപോലെ തന്നെ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ന്യായം വിധിക്കുക. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു മേഘാരൂഢനായിട്ട് വരുന്ന കർത്താവായ യേശുക്രിസ്തു മഹത്വ പ്രത്യക്ഷത അതൊരർത്ഥത്തിൽ അംഗീകരിക്കുക. പിന്നെ കർത്താവായ യേശുക്രിസ്തു രാജ്യത്വം അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കണ്ടതിന്റെ 2-ാമത്തെ ഭാഗം, അതായത് മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച് 13-ാം വാക്യം. മതി. അവിടെ നമുക്കറിയാം 4-ാമത്തെ ഈ വിഷനില് വീണ്ടും സ്വർഗത്തിൽ തന്നെയാണ് ഈ രംഗമുള്ളത്. എന്തുകൊണ്ടാണ് വീണ്ടും എന്ന് എഴുതാൻ കാരണം എന്ന് ചോദിച്ചാൽ, അതിന്റെ മധ്യേ ദർശനത്തിന്റെ ഒരു ഭാഗം ഭൂമിയിലേക്കുണ്ടായിരുന്നു. നമ്മൾ 11-ഉം 12-ഉം വാക്യങ്ങളിൽ
ഉള്ള ഭാഗം അവിടെ മൃഗത്തെ നശിപ്പിക്കുന്നത് ഭൂമിയിലാണല്ലോ അല്ലെ. അതുകൊണ്ടാണ് വീണ്ടും സ്വർഗത്തിൽ രംഗം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർത്തതുപോലെ മനുഷ്യപുത്രൻ സദൃശനായവൻ എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് ഇത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. ഹീസ് ഗോയിങ് ടു ദ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് ഈ വയോധികനായിരിക്കുന്ന വ്യക്തിയുടെ മുമ്പാകെ. ആകാശമേഘങ്ങളോടെ എന്ന് ഒരു ഇവിടെ നമ്മൾ കാണാം. ആകാശമേഘങ്ങളോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ പറയുന്ന സ്ഥാനത്തൊക്കെ മേഘങ്ങളെ കുറിച്ച് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ കുറെ ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം, മർക്കോസില് ഇതേ ഭാഗം തന്നെ കർത്താവ് പറയുമ്പോൾ ആകാശമേഘങ്ങളോടെ എന്ന് പറഞ്ഞ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കർത്താവ് ഉയർത്തെഴുന്ന സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ മേഘങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് 1 അധ്യായത്തിലും 15 അധ്യായത്തിലൊക്കെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മേഘങ്ങൾ എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാനാണ് ആകാശമേഘങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ 13 വാക്യം, രാത്രി ദർശനം മനുഷ്യപുത്രൻ സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങൾ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. 14 വാക്യത്തിൽ അവിടെ കർത്താവിന്റെ ആധിപത്യത്തിന്റെ 3 പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യം ലഭിച്ചു. അപ്പൊ സകല വംശങ്ങളും ഭാഷക്കാരും ജാതികളും അവനെ സേവിക്കുന്നു എന്നുള്ളതാണ് അവന്റെ ഒരു പ്രത്യേകത. രണ്ടാമത്, അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യം. നിത്യാധിപത്യം. 3, അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. മനസ്സിലായല്ലോ? അപ്പം അവന്റെ ആധിപത്യത്തിന് 3 പ്രത്യേകതകൾ, 3 സ്പെഷ്യാലിറ്റീസ് ഓഫ് ഹിസ് ഡൊമിനിയൻ. 1, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കും. 2, അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതാണ്, അഥവാ നിത്യാധിപത്യമാണ്. അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതാണ്. ഈ അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു അവന്റെ കർത്താവായ യേശുക്രിസ്തു രാജ്യത്വം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരു ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നത് 2ാമത്തെ ക്ലാസ്സിലോ 3ാമത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, വളരെ വിശദമായി നമ്മൾ പഠിക്കാനായിട്ട് ഇടയായതാണ്. അത് ഞാനൊന്ന് വളരെ വേഗം പറയാനായിട്ട് ആഗ്രഹിക്കും. കാര്യം ഈ 7ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു നിത്യാധിപത്യത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് വളരെ വേഗം ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കാം. കർത്താവായ യേശുക്രിസ്തു താൻ ദൈവം എന്ന നിലയിൽ ഹി ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് കിങ് ഓഫ് കിങ്സ്, അല്ലെ? ദൈവം കർത്താവായ യേശുക്രിസ്തു നിത്യമായി അവൻ രാജാധിരാജാവും കർത്താവുമാണ്. എന്നാൽ അവൻ ഈ ഭൂമിയിലേക്ക് വന്നതുള്ള ബന്ധത്തിൽ, തന്റെ മാനുഷികമായിരിക്കുന്ന ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് 3 ഓഫീസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, അത് പ്രോഫറ്റ്, പ്രീസ്റ്റ് ആൻഡ് കിങ്, അഥവാ പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. ഈ 3 ഓഫീസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാനുഷികമായ നിലയിൽ കർത്താവിനുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ അവന് ഈ 3 ഓഫീസ് ഉണ്ടായിരുന്നു. ഈ 3 സ്ഥാനങ്ങളും അവൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 3 സ്ഥാനങ്ങൾ അവൻ ഒരുമിച്ചല്ല അവൻ ഉപയോഗിച്ചിരുന്നത്. He was not exercising the 3 offices together while he was on earth. മനസ്സിലായോ? ഭൂമിയിലായിരുന്നു കർത്താവിന് ഈ 3 സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോ അവൻ നിത്യനായ ദൈവം എന്ന നിലയിൽ കർത്താവ് നിത്യമായിരിക്കുന്ന ദൈവമാ. അത് നമുക്ക് തെറ്റ് വരാൻ പാടില്ല. കർത്താവായ യേശുക്രിസ്തു അവൻ ഭൂമിയിൽ വന്നപ്പോഴും അവൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോഴും അവൻ അടക്കപ്പെട്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റപ്പോഴും എല്ലാം അവന്റെ ദൈവത്വത്തിന് ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അവൻ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എപ്പോഴൊക്കെയാ വഹിക്കുന്നേ? മനുഷ്യനെ വന്നപ്പോ അത് വിട്ടുകളഞ്ഞോ? ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാനായിട്ട് സാധ്യമാകുകയില്ല. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ദൈവത്വത്തിന് യാതൊരു വ്യത്യാസവും യാതൊരു സമയത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെ തെറ്റുവരുത്. പലർക്കും സംശയമുണ്ട്, കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോ കർത്താവ് അങ്ങ് മരിച്ചുപോയോ എന്നുള്ളത്. മനുഷ്യൻ എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാനുഷികമായിരിക്കുന്ന മനുഷ്യ നിലയിലാണ്. അത് ധാരാളമായിട്ട് നമുക്ക് ഫിലിപ്പ് ലേഖനം 2ാം അധ്യായത്തിലും എബ്രായ ലേഖനത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് ലേഖനകാരൻ പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു, താൻ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ ദൈവം എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തു ദൈവത്വത്തിന് യാതൊരു ചേഞ്ചും യാതൊരു സമയത്തും ഉണ്ടായിട്ടില്ല. There cannot be any change for his divine character. It is exactly same. കർത്താവ് മരിച്ചപ്പോഴും അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പോഴും ഒക്കെ തന്നെ അവൻ കർത്താവായ യേശുക്രിസ്തു
സമ്പൂർണമായിരിക്കുന്ന ദൈവമാണ്. അതൊരു വശം. എന്നാൽ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു 3 ഓഫീസേഴ്സ്, പ്രോഫറ്റ്, പ്രീസ്റ്റ് ആൻഡ് കിങ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഹി വാസ് എ പ്രോഫറ്റ്. ഹി വാസ് എക്സസൈസിങ് ദ ഓഫീസ് ഓഫ് എ പ്രോഫറ്റ്. പ്രോഫറ്റിന്റെ എന്താ ചുമതല? ദൈവത്തിന്റെ കാര്യങ്ങളെ മനുഷ്യനോട് അറിയിക്കുക. അതാണ് പ്രോഫറ്റിന്റെ ചുമതല. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ പിതാവിനെ നമുക്ക് കാണിച്ചു തന്നു. ഇന്ന് കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ ഹീസ് എ പ്രീസ്റ്റ്. പ്രീസ്റ്റിന്റെ ചുമതല എന്താ? നമുക്ക് വേണ്ടി ദൈവത്തോട് പറയുക, അല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥം ചെയ്യുന്നു. ഇനി കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ എന്ന വാക്ക് ശരിയല്ല, പക്ഷേ കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന മഹത്വപ്രത്യക്ഷമുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു അവൻ രാജാവായിട്ട് ആണ് വരുന്നത്. കർത്താവായ യേശുക്രിസ്തു അവൻ രാജാവായിട്ടാണ് വരുന്നത്. അവന്റെ ഓഫീസ് അപ്പൊ 3 ഓഫീസ്. when he was in the earth he was a prophet. when he is in heaven he is a priest, and when he is going to come back he will come back as the king. അപ്പൊ കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ടാണ് വരുന്നത്. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തു രാജ്യത്വം എന്ന് പറയുന്നത് അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ്സ് എ ലിറ്ററൽ കിങ്ഡം ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദിസ് എർത്ത്. അത് സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട നിത്യമായ രാജാവ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ 3 ഓഫീസ് മാത്രം പറയുമ്പോൾ when we talk about these 3 different offices of Christ, it always relates to people and to the earth. അപ്പൊ കർത്താവായ യേശുക്രിസ്തു രാജ്യത്വം എന്ന് പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോഴാണ്. അവൻ ഈ ഭൂമിയിലേക്ക് അവന്റെ മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിലാണ്. ഇനി അതിന്റെ ഇച്ചിരി കൂടെ എക്സ്പ്ലനേഷൻ തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. അപ്പം ഞാൻ പറയാൻ വരുന്നത്, ഭൂമിയിലെ സിംഹാസനം അത് 1000 ആണ്ട് വാഴ്ച കാലത്തോടെ അവസാനിക്കും. ദ കിങ്ഡം ഓഫ് ദിസ് എർത്ത് വിൽ ഫിനിഷ് ബൈ ദി മില്ലീനിയം കാലത്തോടുകൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ 3 ഓഫീസിൽ പെട്ടതായിരിക്കുന്ന കിങ്ഷിപ്പ് ദാറ്റ് വിൽ എൻഡ്. അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, കർത്താവായ യേശുക്രിസ്തു ദൈവം എന്ന നിലയിൽ ഹി ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ് ആൻഡ് കിങ് ഓഫ് കിങ്സ്. പക്ഷേ ഈ 3 ഓഫീസിൽ കിങ്ഷിപ്പ് എന്ന് പറയുന്നതായിരിക്കുന്ന ഓഫീസ് ഇതിനോടുകൂടി അവസാനിക്കും. ഇനി അതിന്റെ ഇത്രയും കൂടെ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൊരിന്ത്യർ ലേഖനം എടുത്താട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുത്താട്ടും. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം ആരെങ്കിലുമൊക്കെ വായിക്കുകയാണെങ്കിൽ ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഈ മൈക്ക് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു വായിക്കുന്നവർക്ക്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 23-ഉം 24-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. 23, 24. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 23, 24. നമുക്കറിയാം കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം പുനരുത്ഥാനത്തിന്റെ അധ്യായം, അല്ലേ? നിങ്ങൾ എല്ലാവരും നോക്കണേ, ബൈബിൾ നോക്കണേ. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം പുനരുത്ഥാനത്തിന്റെ അധ്യായമാണ്. അവിടെ 23-ഉം 24-ഉം വാക്യങ്ങൾ വായിക്കാം. വായിച്ചു 23 and 24. അതല്ലേ? ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അത്രയും മതി. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ അറിയാമോ? 15-ാം അധ്യായം പുനരുത്ഥാനത്തിന്റെ അധ്യായമാണ്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം പുനരുത്ഥാനത്തിന്റെ അധ്യായമാണ്. അവിടെ പറയുന്നത് കൃത്യമായിട്ട് പറയുന്നില്ല. ഓരോരുത്തരും താന്താന്റെ നിരയിൽ എത്ര. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിങ്കൽ ക്രിസ്തുവിനുള്ളവർ. നമുക്കറിയാം ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന 1-ാമത്തെ പുനരുത്ഥാനം, 2-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിന് പല സ്റ്റേജസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. പിന്നീട് നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവിടെ ട്രിബുലേഷൻ സെയിൻസ് അഥവാ പീഡനകാലത്തിൽ മൃത്യു വഹിച്ചതായിരിക്കുന്ന സെയിൻസിന്റെ പുനരുത്ഥാനമുണ്ട് 20-ാം അധ്യായത്തിൽ. അതുപോലെ തന്നെ 2-ാമത്തെ പുനരുത്ഥാനമായിരിക്കുന്ന വെള്ളസിംഹാസനം നമുക്ക് 20-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം കാണാൻ കഴിയും. അപ്പൊ പുനരുത്ഥാനത്തിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് എന്ന് ഞാൻ പറയാം. അപ്പൊ ഇവിടെ പറയുന്ന ഓരോരുത്തരും താന്താന്റെ നിരയിൽ എത്ര. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ഇവിടെ അവസാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്ക് പെട്ടെന്ന് തോന്നും ലോകത്തിന്റെ അവസാനമാണ് എന്നുള്ളതല്ല.
ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്. പുനരുത്ഥാനത്തിന്റെ അവസാനം എന്ന അർത്ഥം. അവിടെ പിന്നെ അവസാനം എന്ന് വെച്ചാല് then comes the end of resurrection and not end of the world. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ അവിടെ പിന്നെ അവസാനം എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം പുനരുത്ഥാനത്തിന്റെ ആ നിരയിൽ അവസാനം എന്നാണ് പറയുന്നത്, അല്ലെ? അത് കാണാനായിട്ട് സാധിക്കും, അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി 24-25 വാക്യം വായിച്ചാട്ടോ. 24 25. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടത് ആകുന്നു. അത് ശരി. അപ്പോ നമ്മള് പഠിച്ചു വന്നത് പുനരുത്ഥാനം കർത്താവായ യേശു ക്രിസ്തു ആദ്യം, പിന്നെ കർത്താവിന്റെ ദൈവജനം രണ്ടാമത്, പിന്നീട് നമുക്കറിയാം ട്രിബുലേഷൻ സെയിൻസ്, പിന്നെ പഴയ നിയമ വിശുദ്ധന്മാർ, അങ്ങനെ ആ സീരീസ് അതെല്ലാം ഒന്നാമത്തെ പുനരുത്ഥാനം. രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിന് അവസാന വാക്യങ്ങൾ കാണുന്നതായിരിക്കുന്ന വെള്ള സിംഹാസനത്തിന് മുമ്പിലുള്ളതായിരിക്കുന്ന മരിച്ചവർ, അതാണ് രണ്ടാമത്തെ പുനരുത്ഥാനം. അപ്പൊ ഈ പുനരുത്ഥാനം എല്ലാം കഴിയുമ്പോ എന്തുണ്ടാവും? നമ്മൾ വെളിപ്പാട് പുസ്തകം 20 അധ്യായം ഒന്ന് എടുത്താട്ട് ഒരു പെട്ടെന്ന് വെളിപ്പാട് പുസ്തകം 20 അധ്യായം, അവിടെ സാത്താനെ അവിടെ നമുക്ക് 10-ാം വാക്യം അവരെ വഞ്ചിച്ച് പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തീ പോയിലേക്ക് തള്ളിയിടും. അവരെന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇനി 14-ാമത്തെ വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പുകയിൽ തള്ളിയിട്ട് ഈ തീപ്പുക രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടും. അപ്പൊ എന്താ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് തന്റെ മഹത്വ പ്രത്യക്ഷത്തിൽ വരും. അവൻ സകല ശത്രുക്കളെയും അവൻ കാൽക്കീഴയാക്കും, അല്ലെ? അവൻ സകലരെയും നശിപ്പിക്കും, അവന് എതിരുള്ളതായിരിക്കും സകല മനുഷ്യരെയും നശിപ്പിക്കും എന്ന് മാത്രമല്ല, അതിനുശേഷം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അവിടെ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം എന്താ? തേജസ്സിന്റെ സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് വാസ്തവത്തിൽ ആ ഭാഗം നമ്മൾ നോക്കിയാൽ എസെക്കിയേൽ പ്രവചനത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം എന്താണെന്ന് വെച്ചാൽ എല്ലാ യഹൂദന്മാരെയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവരെ കൂട്ടിവരുത്തും. പക്ഷെ കൂട്ടിവരുത്തുമ്പോ വിശ്വാസികളല്ലാത്ത യഹൂദന്മാരെയും കൂട്ടിവരുത്തും. അവരെ പക്ഷേ യെരുശലേമിലേക്ക് കടക്കുവാനായിട്ട് അനുവദിക്കത്തില്ല. അവരെ അതിനു മുമ്പ് തന്നെ ദൈവം നശിപ്പിച്ചു കളയും. അപ്പം 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുന്നതായിരിക്കുന്ന യഹൂദന്മാർ എല്ലാവരും തന്നെ വിശ്വാസികളെ യഹൂദന്മാരായിരിക്കും. 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുന്നതായിരിക്കുന്ന യഹൂദന്മാരല്ലാത്ത ജാതികൾ എല്ലാവരും തന്നെ ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം കാണുന്നതായിരിക്കുന്ന തേജസ്സിന്റെ സിംഹാസനത്തിലെ ന്യായവിധി കഴിഞ്ഞിട്ട് കടക്കുന്നവരായിരിക്കും. അപ്പൊ ഈ 1000 ആണ്ട് വാഴ്ച കടക്കുന്ന എല്ലാവരും തന്നെ വിശ്വാസികളായിരിക്കും. വിശ്വാസികളല്ലാത്ത ആരും 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുകയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് കർത്താവ് അഥവാ മഹത്വ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോ അവൻ സകലരെയും കീഴാക്കും. സകല കർത്താവിനെ എതിർക്കുന്ന സകലരെയും അവൻ നശിപ്പിച്ചു കളയും. പിന്നീട് യഹൂദന്മാരെ കൂട്ടിവരുത്തി അവരിൽ തന്നെ കർത്താവിൽ വിശ്വസിക്കാത്ത ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തു രാജ്യത്വത്തിൽ അംഗീകരിക്കാത്ത യഹൂദന്മാരെ നശിപ്പിച്ചു കളയും. അതുപോലെ ഈ സിംഹാസനം ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ ജാതികളെ ന്യായം വിധിച്ച് കർത്താവിനെ അംഗീകരിക്കാത്ത ജാതികളെ എല്ലാം ന്യായം വിധിച്ച് നശിപ്പിച്ചു കളയും. പിന്നീട് നമ്മളിവിടെ വായിച്ചതായിരിക്കുന്ന സാത്താനെ, അതുപോലെ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും, അത് 19-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം, അവരെ ഗന്ധവും തീയും കത്തുന്ന തീപ്പൊയ്യിൽ തള്ളിയിടും. 20-ാം അധ്യായത്തിൽ വെളിപ്പാട് 20-ാം അധ്യായത്തിൽ സാത്താനെ തള്ളിയിടും. പിന്നെ മരണത്തെയും പാതാളം ഹേഡീസ് എന്ന് വെച്ചാൽ പിന്നീട് പാതാളത്തിന്റെ ആവശ്യമില്ല, യാതനാ സ്ഥലത്തിന്റെ ആവശ്യമില്ല, അതുമൊക്കെ മാറ്റും. അതിനെല്ലാം തീയിലേക്ക് തള്ളിയിടുന്നത് എന്ന് വെച്ചാൽ പാതാളത്തെയും മരണത്തെ എങ്ങനെയാ കളയുന്നത് എനിക്ക് അറിഞ്ഞോളൂ. പക്ഷെ ഏതായാലും ഇതെല്ലാം നശിപ്പിച്ചു കളയും. സകലതും കർത്താവായ യേശു ക്രിസ്തു സകലതും കഴിഞ്ഞിട്ട് പിന്നെ 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ചയുടെ അവസാനമാണല്ലോ നമ്മൾ കണ്ടല്ലോ മരണത്തെയും പാതാളത്തെയും ഒക്കെ തള്ളിയിടുന്നുണ്ട്. അവിടെ കർത്താവിനെ വിശ്വസിക്കാത്ത എല്ലാവരെയും തന്നെ
തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് കളയും അല്ലെ. നമ്മൾ 20-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യത്തിൽ വായിച്ചു. സകലതും കഴിഞ്ഞിട്ട് കൊരിന്ത്യലേഖനം നമ്മൾ വായിച്ചത് എന്താ? കർത്താവ് ചെന്നിട്ട് തന്റെ രാജ്യത്വം പിതാവിന് സമർപ്പിക്കും. മനസ്സിലായോ? രാജ്യത്വം പിതാവിന് സമർപ്പിക്കും. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ കണ്ടല്ലോ അല്ലയോ? എന്താ? അവൻ എല്ലാ വാഴ്ചയും അധികാരത്തിനും ശക്തിക്കും വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അപ്പൊ പിതാവായ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവായ യേശു ക്രിസ്തുവിന് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ലഭിച്ചതായിരിക്കുന്ന രാജ്യത്വം അവൻ ഈ ഭൂമിയിലേക്ക് വന്ന് സമ്പൂർണമായിട്ട് അവൻ നിവർത്തിച്ച് സകലത്തെയും തന്റെ കാൽ കീഴാക്കി, സകലത്തെയും തന്റെ വരുതിയിലാക്കി, നശിപ്പിക്കാനുള്ളതൊക്കെ നശിപ്പിച്ച് സകലത്തെയും കഴിഞ്ഞ് മരണത്തെയും പാതാളത്തെയും ഒക്കെ തീപ്പൊയ്യിൽ തള്ളിയിട്ട്, സാത്താനെ തള്ളിയിട്ടു, അന്ത്യക്രിസ്തുവിനെ കള്ളപ്രവാചകൻ തള്ളിയിട്ടു, സകലത്തെയും കഴിഞ്ഞിട്ട് താൻ തിരിച്ചു ചെന്നിട്ട് തന്റെ രാജ്യത്വം പിതാവായ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ കാണുന്നത്. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, അധികാരത്തെ ശക്തിക്ക് നീക്കം വരുത്തി രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. പിന്നീട് പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല കേട്ടോ. പിന്നീട് 26-ാം വാക്യത്തിൽ 27-ാം വാക്യം വായിച്ചാട്ടെ. 27-ാം വാക്യം, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്ന എന്നുണ്ടല്ലോ, സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവന് ഒഴികെ എത്രേ എന്ന് സ്പഷ്ടം. 28 വായിച്ചാട്ടെ. എന്നാൽ അവൻ സകലവും കീഴ്പ്പെട്ടവന് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോ നമ്മൾ കണ്ടല്ലോ, 24-ാം വാക്യത്തിൽ കണ്ടു പിതാവായ ദൈവത്തിന് തന്റെ രാജ്യത്വം താൻ സമർപ്പിക്കും. അതിനുശേഷം നമ്മൾ വാസ്തവത്തിൽ 27-ാം വാക്യത്തിൽ സകലത്തെയും അവന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ അവന്റെ എന്നുള്ള വാക്ക് ആരുടെയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് സംശയം തോന്നി. ഈ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കീഴാക്കി കൊടുക്കുന്നവനും കീഴ് ആക്കിയത് അംഗീകരിക്കുന്നവനും ഉണ്ടല്ലേ. അവിടെ അവന്റെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ എന്നാ. അപ്പൊ നമ്മൾ ഇങ്ങനെ വായിക്കാം, സകലത്തെയും ക്രിസ്തുവിന് കീഴാക്കി കൊടുത്തിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ, പിതാവായ ദൈവം ഒഴികെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവത്തിന് തന്റെ രാജ്യത്വം കർത്താവായ യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷെ കർത്താവ് എന്ത് ചെയ്യും? പിതാവ് എന്ത് ചെയ്യും? പുത്രന് സകല രാജ്യത്വവും സകല ആധിപത്യവും പുത്രന് കൊടുക്കും, നിത്യാധിപത്യം. അപ്പൊ പുത്രന് നിത്യാധിപത്യം ലഭിക്കും. എപ്പോഴാ പിന്നെ ലഭിക്കുന്നത്? അവൻ നിത്യ അധിപൻ തന്നെയാണ് ദൈവം എന്ന നിലയിൽ. പക്ഷെ വീണ്ടും അത് റീറ്ററേറ്റ് ചെയ്യും, അത് സ്ഥാപിച്ചു കൊടുക്കും. എപ്പോഴാ? കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇതെല്ലാം കഴിഞ്ഞ് ഭൂമിയിലെ സകല പണിയും കഴിഞ്ഞിട്ട് സകലതും കഴിഞ്ഞ് തന്റെ എല്ലാ കാര്യങ്ങളും തന്റെ വരുതിയിലാക്കി സകലത്തിനും തനിക്കെതിരായുള്ള എല്ലാത്തിനും നശിപ്പിച്ച് നമ്മൾ വാസ്തവത്തിൽ 21-ാം അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരെ സൃഷ്ടിച്ച പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയും, അവിടെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ ആ വാക്ക് അതിന്റെ അർത്ഥം വാസ്തവത്തിലെ ഗ്രീക്കിൽ 2 വാക്കുണ്ടത്രേ. ഒന്ന്, ആ വാക്ക് നിയോസ് എന്ന, നമ്മൾ 21-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു എന്ന് കാണുന്നു. പുതിയ നിയോസ് എന്ന വാക്കിന്റെ അർത്ഥം പുതിയതെന്ന, എൻറ്റയർലി ന്യൂ. വേറൊരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് കഹിനോസ് എന്ന വാക്ക്, അതിന്റെ അർത്ഥം പഴയതിനെ പുതിയതാക്കി എന്ന് വെച്ചാൽ ഈ ഭൂമിയെ തന്നെ ദൈവം കർത്താവായ യേശു ക്രിസ്തു തന്റെ മില്ലിയൻ റൂള് കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ തന്നെ താൻ പുതുതാക്കി. പുതിയ ആകാശം, കാര്യം 20-ാം അധ്യായത്തിൽ അവിടെ ആകാശം ഓടിപ്പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആകാശം ഓടിപ്പോയി. പക്ഷെ പുതിയ ആകാശമൊക്കെ വന്ന് എല്ലാം പുതുതാക്കി, സകലതും പുതുതാക്കി തന്റെ പണി തീർത്തിട്ട് ദൈവത്തിന് തന്റെ രാജ്യത്ത് ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷെ ദൈവം എന്ത് ചെയ്യും? ഹി വിൽ ഗിവ് ഹിം ദ ഇറ്റേണൽ കിങ്ഡം. വാസ്തവത്തിൽ കൊരിന്ത്യലേഖനത്തിൽ മാത്രമല്ല കേട്ടോ, എഫേസ് ലേഖനം, അതുകൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം. എഫേസ് ലേഖനം, ആ വാക്യം മാത്രം വായിച്ചാൽ മതി. സമയത്തിന് നമുക്ക് വളരെ കുറവുണ്ട്, നമുക്ക് പെട്ടെന്ന് പോവുകയും വേണം, തീരാറായി സമയം. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, അതോടൊന്ന്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തുവല്ലോ. അപ്പൊ എഫേസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അത് തന്നെയല്ലേ, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവം സകലത്തിനും അധിപതിയാക്കി വെച്ചു. കൊരിന്ത്യലേഖനത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട്
അവിടെ അപ്പോസ്തലൻ പറയുക അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള സ്റ്റെപ്പാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിച്ചത്. സോ ഇനി നമ്മൾ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അവിടെ ഒരു കാര്യം കൂടെ അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ചതാണ്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അവിടെ 28-ാമത്തെ വാക്യത്തിൽ എന്നാൽ അവന് അതായത് ക്രിസ്തുവിന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടത് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പൊ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് തന്റെ രാജ്യത്വം കൊടുക്കും, രാജ്യത്വം സമർപ്പിക്കും. പിതാവായ ദൈവം അവനെ സകലത്തിനും അധിപതിയാക്കി വെക്കും. പക്ഷേ അതിനുശേഷം ഇറ്റേണൽ അറേഞ്ച്മെന്റ് ആണ്. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനാണ്. പിതാവിന് ഉള്ളതായിരിക്കുന്ന സൂപ്രമസി അവൻ അംഗീകരിച്ചു കൊടുക്കും എന്നുള്ള കർത്താവായ യേശുക്രിസ്തു നിത്യതയിൽ പിതാവിന് തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. ദാറ്റ്സ് എ ഇറ്റേണൽ അറേഞ്ച്മെന്റ്. അതുകൊണ്ട് കർത്താവ് പിതാവിനെക്കാട്ടിൽ താണവനാണ് എന്നർത്ഥം നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയത്തില്ല ദൈവവചനത്തിൽ നിന്ന്. ഹീസ് ഈക്വൽ ടു ഗോഡ്. പക്ഷേ നമുക്കറിയാം ദൈവത്തിന്റെ ഇറ്റേണൽ പ്ലാനില് ദൈവമാണ് ഡിസൈൻ ചെയ്യുന്നത്, കർത്താവാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് സസ്റ്റൈനിങ് പവർ. സോ ഈ മൂന്ന് വ്യക്തിത്വങ്ങളും നിത്യതയിലുള്ള ഈ മൂന്ന് വ്യക്തിത്വങ്ങൾക്ക് മൂന്ന് വ്യത്യസ്തമായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള പിതാവായ ദൈവമാണ്. ഹി ഈസ് ഓൾവേസ് ദ ഡിസൈനർ. ഹി ഡിസൈൻസ് എവറിഥിങ്. ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ എക്സിക്യൂട്ടർ. കർത്താവായ യേശുക്രിസ്തുവാണ് സകലത്തെയും, അവനാണ് സകലത്തെ സൃഷ്ടിക്കുന്നതും അവൻ സൃഷ്ടിക്കുന്നതൊക്കെ കർത്താവ്. പരിപാലനം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ചുമതലയാണ്. അപ്പം ഈ മൂന്ന് വ്യക്തികളും അവരുടെ ചുമതലകൾ തന്നെ ചെയ്യും. ക്രിസ്തുവും താൻ പിതാവായ ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കും എന്നുള്ളത് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വാസ്തവത്തിൽ ഈ 7-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ അവിടെയുള്ളതായിരിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ ഇതേ കാര്യം തന്നെ നമ്മൾ രണ്ടാമത്തെ ദർശനത്തിൽ പഠിച്ചപ്പോൾ ഈ ചെറിയ കൊമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കാനായിട്ട് കഴിഞ്ഞു. 18-ാം വാക്യം, 7-ാം അധ്യായം 18-ാം വാക്യം, അത് മാത്രം ഞാനൊന്ന് ഓർപ്പിക്കാം. 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ടോ. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്ക് രാജ്യത്വം അനുഭവിക്കും. ഇവിടെ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ എന്ന പ്രയോഗം നമുക്ക് ഈ അധ്യായത്തിൽ വീണ്ടും പല സ്ഥലത്ത് കാണാനായിട്ട് സാധിക്കും. 25, 27, 25, 21, 25, 27 വാക്യങ്ങളിലൊക്കെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അവരാരാണ് ഈ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ 1000 ആണ്ട് വാഴ്ചക്കാലത്തിലേക്ക് മനുഷ്യരായിട്ട് കിടക്കുന്നതായിരിക്കുന്ന യഹൂദന്മാരെ കുറിച്ചാണ്. മനുഷ്യരായിട്ട് കിടക്കുന്ന യഹൂദന്മാര് അവരാരാണ് എന്ന് നമുക്ക് സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാര്യം 25-ാം വാക്യത്തിൽ അവൻ അത്യുന്നതനായ വിരോധമായി വമ്പ് പറയും, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും എന്ന് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? കാണുന്നുണ്ട്. അപ്പം അത്യുന്നതനായ വിശുദ്ധന്മാർ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന യഹൂദന്മാർ എന്ന് വെച്ചാൽ ഈ പീഡനകാലത്തെ അതിജീവിച്ച കർത്താവായ യേശുക്രിസ്തു ദൈവമായിട്ട് രാജാവായിട്ട് അംഗീകരിക്കുന്ന യഹൂദന്മാർ, അവര് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടന്നിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടുകൂടെ വാഴും. അപ്പൊ വാസ്തവത്തിൽ അവർ മനുഷ്യരായിട്ട് തന്നെയല്ലേ. ഞാൻ ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കും എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു സംശയം ഉണ്ടാവും. എന്താ സംശയം എന്ന് ചോദിച്ചാൽ സാധാരണ ആൾക്കാരുടെ സംശയമാ നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. നമ്മൾ കാണത്തില്ല കേട്ടോ. ഈ ആൾക്കാരെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. അവരവർ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നാൽ മതി. വാഴ്ചയ്ക്ക് വ്യത്യാസം ഉണ്ടാവും, ഈ ലോകത്തിന് വ്യത്യാസം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് എറണാകുളത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എറണാകുളത്തുള്ള ആൾക്കാരെല്ലാം കൂടെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെയാണ് ഇതേ ഭൂമി തന്നെയാണ്, പക്ഷെ വാഴ്ചയിൽ വ്യത്യാസം ഉണ്ടാവും, ആധിപത്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. അതാണ്. അപ്പോ ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാസ്തവത്തിൽ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് കർത്താവിനോട് യഥാർത്ഥമായിട്ട് മനുഷ്യരായിട്ട് വാഴുന്നത് ഈ അത്യുന്നത വിശുദ്ധന്മാർ എന്ന് പേരുള്ളതായിരിക്കുന്ന യഹൂദന്മാർ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മളും വാഴും എന്ന് കാണുന്നത്. വാഴും എന്ന വാക്കിന്റെ അർത്ഥം നമ്മളെല്ലാവരും രാജാക്കന്മാരായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ കർത്താവിനോട് വാഴും എന്ന് വെച്ചാൽ കർത്താവ് രാജ്യത്വം ചെയ്യും, നമ്മൾ അവനോടുകൂടെ അതിന്റെ ഭാഗഭാക്കാകും എന്നുള്ളതേ ഉള്ളൂ. അല്ല നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ വാഴാൻ തുടങ്ങിയാൽ അന്നത്തെ ലോകസംഖ്യയെക്കാട്ടി അതിനെക്കാട്ടിൽ 10 ഇരട്ടി ആൾക്കാർ കാണും ഈ വിശുദ്ധന്മാരെല്ലാം കൂടെ, അല്ലേ? അവരെല്ലാം കൂടെ വാഴാൻ ശ്രമിച്ചാൽ
ഈ ലോകത്തില് വാഴാൻ ഓരോ വ്യക്തിക്കും 10 പേര് വെച്ച് ഉണ്ടാവും. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് വിചാരിക്കാൻ സാധിക്കും. അന്നുള്ളതായിരിക്കും അഡ്മിനിസ്ട്രേഷനിൽ ഈ യഹൂദന്മാര് മനുഷ്യരായിട്ട് ഈ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്ന യഹൂദന്മാർ, അവർക്ക് ഒരു പ്രത്യേകമായിരിക്കുന്ന സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 21, 22 വാക്യത്തിൽ കൊമ്പ് വിശുദ്ധന്മാർ യുദ്ധം ചെയ്തു, അവരെ ജയിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പീഡനാവസാനം വരെ യഹൂദന് വരുവാനുള്ള വലിയ പീഡനം അവിടെ കാണാനായിട്ട് സാധിക്കും. അനേക വിശുദ്ധന്മാർ കൊല്ലപ്പെടുവാനായിട്ട് ഇടയാവും. പിന്നീട് 24, 25 വാക്യങ്ങളിൽ അവിടെ ഈ 10 കൊമ്പുകളെ കുറിച്ച് ഉള്ളതായിരിക്കുന്നതാണ്. അത് നമ്മൾ വാസ്തവത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ നോക്കിയതാണ്. അതിൽ ഒരു കാര്യം മാത്രം അന്ന് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് എന്താ അറിയാം, കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. 25-ാം വാക്യത്തിന് ഏറ്റവും അവസാനം കാലവും കാലങ്ങളും കാലാംശവും എന്ന് പറയുന്നത് കാലവും കാലങ്ങളും കാലാംശം, കാലങ്ങൾ കാലാംശം എന്ന് വെച്ചാൽ 3.5 വർഷം അല്ലെ. ഇത് തന്നെ നമുക്ക് 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കാലവും കാലങ്ങളും കാലാർത്ഥവും എന്ന് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും 42 മാസം എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 3.5 വർഷക്കാലമാണ് ഈ മഹാപീഡന കാലം എന്നുള്ളത് അറിയാം. അപ്പൊ നമ്മള് ഈ ചെറിയ കൊമ്പിനെ കുറിച്ച്, അത് അന്തിക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തു, അന്തിക്രിസ്തു പ്രവേശിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ തന്നെയാണ്. 6-ാം അധ്യായത്തിൽ പീഡനകാലത്തിന്റെ ആരംഭത്തിൽ നിന്ന് അന്തിക്രിസ്തു പ്രവേശിക്കും. പക്ഷേ ആദ്യത്തെ 3.5 വർഷക്കാലം അന്തിക്രിസ്തു വളരെ നല്ല മാന്യനായ വ്യക്തിയായിട്ടായിരിക്കും ഇരിക്കുക. എന്നാൽ 11-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ വരെ 12-ാം അധ്യായത്തിൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ, 12-ാം അധ്യായത്തിൽ അവിടെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടാകും. സാത്താനെ സ്വർഗത്തിൽ നിന്ന് അടിച്ച് താഴേക്ക് ഇറക്കി കഴിയുമ്പോൾ സാത്താൻ ഒരു കാര്യം മനസ്സിലാവും, ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാകും. അവന്റെ സ്വഭാവങ്ങളൊക്കെ, അവന്റെ ടാക്ടിക്സ് ഒക്കെ മാറ്റും. അവൻ വ്യത്യസ്തമായ നിലയിൽ ഇനി മനുഷ്യർ ഇടപെടാൻ തുടങ്ങും. അതിന് ആദ്യപടിയാണ് 12-ാം അധ്യായം കഴിഞ്ഞ 13-ാം അധ്യായം, വെളിപ്പാട് 13-ാം അധ്യായത്തിൽ അവിടെ അന്തിക്രിസ്തു കള്ളപ്രവാചകന്റെ പ്രവേശനം. അവിടെ അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചകനെ നമ്മൾ കാണുന്നത് മൃഗം എന്ന നിലയിലാണ്, മൃഗമായിട്ടാണ്. അതുവരെ മൃഗം എന്ന് അവരെ വിളിച്ചിട്ടില്ല, അല്ലെ, വിളിച്ചിട്ടില്ല. 7-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ മൃഗം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തെയാണ്. പക്ഷെ വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ മൃഗം എന്ന് പറയുന്നത് അന്തിക്രിസ്തുവെ തന്നെയാണ്. എന്ന് വെച്ചാൽ അവന്റെ സ്വഭാവത്തിൽ സാരമായിരിക്കുന്ന വ്യതിയാനം ഉണ്ടാകും. പിന്നീട് അവന്റെ തേർവാഴ്ചയാണ് 13-ാം അധ്യായം മുതൽ അവസാനം വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ. എന്ന് വെച്ചാൽ അവസാനത്തെ 3.5 വർഷക്കാലം. അതിന് നമ്മൾ വായിക്കുന്ന യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് പറയുക. അതിക്രൂരമായിരിക്കുന്ന പീഡനമായിരിക്കും ഈ പീഡനകാലം. അപ്പൊ പീഡനകാലത്ത് നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ആദ്യത്തെ 3.5 വർഷക്കാലത്തെ പീഡനകാലം എന്നാ പറയുക. രണ്ടാമത്തെ 3.5 വർഷക്കാലത്താണ് മഹാപീഡനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണ മഹാപീഡനകാലം എന്ന് നമ്മൾ 7 വർഷത്തെ പറയുമെങ്കിലും സാധാരണഗതിയിൽ നമ്മൾ പറയേണ്ടത് ആദ്യത്തെ 3.5 വർഷക്കാലത്തെ, അത് തന്നെ പീഡനമാണ്, അത് തന്നെ ഒരു മഹാപീഡനം പോലെ നമുക്ക് തോന്നും. പക്ഷെ ആദ്യത്തെ 3.5 വർഷക്കാലം അത് പീഡനകാലവും രണ്ടാമത്തെ 3.5 വർഷക്കാലം യാക്കോബിന്റെ കഷ്ടകാലം അഥവാ മഹാപീഡനകാലം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 3.5 വർഷക്കാലമാണ് എന്നുള്ളത്, ഈ മഹാപീഡനകാലം 3.5 വർഷക്കാലമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് 26-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചു പെട്ടെന്ന്, 2 മിനിറ്റ് നിർത്താം, വായിച്ചാട്ടെ. 26 7:26. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞു, അന്തം വരെ നശിപ്പിച്ച് മുടിക്കും എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞു, അന്തം വരെ നശിപ്പിക്കും. അതെപ്പോഴാ സംഭവിക്കുന്നത്? പീഡനകാലത്തിന്റെ അവസാനം അന്തിക്രിസ്തുവിനെ നശിപ്പിക്കും. നമ്മൾ വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ അവിടെ അന്തിക്രിസ്തുവിനെ, അവിടെ മൃഗം എന്നാ പറഞ്ഞിരിക്കുന്നത്, മൃഗത്തെയും കള്ളപ്രവാചകനെയും ജീവനോടെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 27-ാം വാക്യത്തിൽ പിന്നെ രാജ്യത്വവും ആധിപത്യവും അവിടെ അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ യഹൂദന്മാരായി ലൈവായിട്ട് പോയതായിരിക്കുന്ന ഈ സെയിൻസിനെ കുറിച്ചാണ് ഈ ദാനിയേൽ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ലഭിക്കും. അവിടെ പ്ലൂറലിലാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ അതേ വാക്യത്തിൽ തന്നെ പിന്നീട് നമ്മൾ വായിക്കും, അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്, അല്ലേ?
അപ്പോ കർത്താവിന്റെ നിത്യരാജ്യത്വം അവിടെ സ്ഥാപിക്കപ്പെടും എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. 28-ാം വാക്യത്തിൽ ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ഹിതർടു ഈസ് ദ എൻഡ് ഓഫ് ദ മാറ്റർ. ലോക വ്യവസ്ഥയുടെ ഒരു ചുരുക്കമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം നമ്മൾ ഓർത്തതാണ്. അത് വാസ്തവത്തിൽ ജാതികളുടെ കാലം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പീരീഡിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ 20-ാം വാക്യമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 20-21 എന്ന് ഞാൻ ഓർക്കുന്നില്ല. ലൂക്കോസ് സുവിശേഷത്തിൽ ജാതികളുടെ കാലം എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന ആ കാലഘട്ടം നെബൂഖദ്നേസറിന്റെ കാലം തുടങ്ങി കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വരെയുള്ളതായിരിക്കുന്ന ദീർഘമായിരിക്കുന്ന കാലക്രമത്തെയാണ് വാസ്തവത്തിൽ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം പിന്നീട് അന്തിക്രിസ്തുവിനെ കുറിച്ചും ഉണ്ട്. അന്തിക്രിസ്തുവിനെ നശിപ്പിച്ച് കളയുന്ന ആ രംഗം വരെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിക്കും. വളരെ ദീർഘമായിരിക്കുന്ന ഒരു കാലഘട്ടത്തെ ഈ 7-ാം അധ്യായത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. 7-ാം അധ്യായം നമ്മൾ തീർക്കാനിടയായി 4 സാമ്രാജ്യങ്ങൾ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പിൽ അയച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ആ സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ ഇത് ഉൾപ്പെടെയുള്ള 4 യൂട്യൂബ് മെസ്സേജസ് കേട്ടാൽ ഈ 4 വിഷനും 4 ദർശനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനൊരു വാക്കുകൊണ്ട് എഴുതിയിട്ടുണ്ട്, ആർ വി റെഡി ടു റിസീവ് അവർ ലോട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തു വരവ് അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ കർത്താവ് യേശു മഹത്വ പ്രത്യക്ഷതയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വന്നാലും കർത്താവ് യേശുക്രിസ്തു വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള വസ്തുത നാം വിസ്മരിച്ചു പോകരുത്. അത് ഏത് നിമിഷവും വരാം. ഇവിടെ പറഞ്ഞതായിരിക്കും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ പറഞ്ഞതായിരിക്കുന്ന സംഭവങ്ങളൊക്കെ അതാതായി തന്നെ വരാനായിട്ട് പോകുകയാണ് എന്നുള്ള വസ്തുതയും നാം വിസ്മരിച്ചു പോകരുത്. അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.